സ്വകാര്യ വ്യക്തികൾ ചുറ്റുമതിൽ കെട്ടി കൈവശം വെക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്ന് ആരോപണം. കളമശ്ശേരിയിലെ പ്രധാന റെസിഡൻഷ്യൽ ഏരിയയാണ് 1975 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ചങ്ങമ്പുഴ നഗർ വികസിപ്പിച്ചെടുത്തു. മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. കളമശ്ശേരിയിലെ ചങ്ങമ്പുഴ നഗറിൽ 3 കുട്ടികളുടെ പാർക്കുകൾ, ഫുട്ബോൾ ഗ്രൗണ്ട്, പോസ്റ്റ് ഓഫീസ്, റേഷൻ കട, വിനോദ ക്ലബ്ബ്, ഇൻഡോർ ഷട്ടിൽ കോർട്ട്, ലൈബ്രറി എന്നിവ ഉൾപ്പെടുന്ന ഏകദേശം 600 വീടുകളുമുണ്ട്. 70കളിൽ ഒരു കോളനിയായി വികസിപ്പിച്ച ഒരു പ്രദേശമുള്ള റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു. കളമശ്ശേരി ചങ്ങമ്പുഴ നഗറിന് പതിച്ചു കൊടുത്തിട്ടുള്ള സ്ഥലം കഴിഞ്ഞ് ഇതിൽ ഏകദേശം വരുന്ന 32 സ്ഥലം നിലവിൽ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന്റെ ഉടമസ്ഥയിലാണ്. ഇവിടെയാണ് സ്വകാര്യ വ്യക്തികൾ ചുറ്റുമതിൽ കെട്ടി കൈവശം വെക്കാനുള്ള ശ്രമം നടത്തുമെന്ന ആരോപണം ഉയരുന്നത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഫുട്ബോളും മറ്റും കായികമായി കളിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ ചുറ്റുമതിൽ കെട്ടേണ്ടതില്ലെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. കഴിഞ്ഞ ദിവസം സിനിമാ ചിത്രീകരണത്തിന് ഗ്രൗണ്ട് വിട്ടു നൽകിയത് പ്രതിഷേധത്തിന് ഇടയാക്കി. അനധികൃതമായി സിനിമാ ചിത്രീകരണത്തിന് ഗ്രൗണ്ട് വിട്ടുകൊടുത്തത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന്റെ അനുമതിയില്ലാതെയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. 32ഓളം സെന്റ് വരുന്ന സ്ഥലത്ത് വെൽനസ് സെന്റർ 50 ലക്ഷം മുടക്കി മന്ത്രി പി രാജീവ് പദ്ധതിയിട്ടെങ്കിലും ചിലർ തടസ്സം നിൽക്കുന്നു എന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഗ്രൗണ്ട് തുറന്നു കിടക്കുന്നതിനാൽ രാത്രികാലങ്ങളിൽ ഇവിടെ വന്ന് സാമൂഹ്യദ്രോഹികൾ വിലസുന്നുവെന്നും മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും വിൽപ്പനയും നടത്തുന്നു. ആയതിനാലാണ് ചുറ്റുമതിൽ കെട്ടി ഗ്രൗണ്ട് സംരക്ഷിക്കുക എന്ന ഉദ്ദേശമാണ് ചങ്ങമ്പുഴ നഗർ റെസിഡൻഷ്യൽ ഭാരവാഹിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്.